സ്വാഗതം ഇൻസൈറ്റിലേക്ക്. SSLC ഫലം പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് റിസൾട്ട് അപ്ഡേറ്റ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. +1 ആവശ്യത്തിന് സീറ്റ് കിട്ടാത്ത അവസ്ഥ, അതുതന്നെ ചില ജില്ലകളിൽ മാത്രം കിട്ടാത്ത അവസ്ഥ, പിന്നീട് കൂടുതൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു, ആദ്യം കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നു, പിന്നെ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു. ഇങ്ങനെ പരിഹരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അത് ഇത്തവണയും ആവർത്തിക്കാൻ ഇടയുണ്ടോ എന്നുള്ളത് റിസൾട്ട് അപ്ഡേറ്റ് നേരത്തെ സംസാരിച്ചതാണ്. ഇക്കുറി വീണ്ടും അതേ സിറ്റുവേഷൻ ആവർത്തിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നുള്ളത് കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ആ അന്വേഷണത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ഈ വർഷം പുറത്തു വന്ന +2 ഫലത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ വർഷം +2 റിസൾട്ട് പുറത്തുവിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി 78 അല്ലെങ്കിൽ 77.81% റിസൾട്ട് ഉണ്ടായത് ഇത്തവണ. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഈ റിസൾട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ നിലയ്ക്ക് ഈ മൊത്തക്കണക്ക് അല്ലെങ്കിൽ A+ൻ്റെ എണ്ണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ റിസൾട്ടിനെ അങ്ങനെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുക പതിവില്ല. പക്ഷേ ഈ SSLCക്ക് ശേഷം +1 വേണ്ട സീറ്റുകൾ ആവശ്യം വേണ്ട സീറ്റുകൾ ഇല്ലാതിരിക്കുക, അപ്പോൾ ഇങ്ങനെ കൂടുതൽ കുട്ടികളെ ഒരു ബാച്ചിൽ കുത്തി നിറയ്ക്കുക, താൽക്കാലത്തേക്ക് കുറേ ബാച്ചുകൾ അനുവദിക്കുക, അവിടെ താൽക്കാലികമായ അധ്യാപകർ മാത്രം ഉണ്ടാവുക, ഇങ്ങനെയുള്ള പഠന സമ്പ്രദായം നമ്മളുടെ പഠന നിലവാരത്തെ താഴ്ത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം കുറേ കാലമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയാണോ ഈ റിസൾട്ട് എന്നുള്ളൊരു ചോദ്യം. അതായത് ഈ കുറച്ചെങ്കിലും കുറഞ്ഞ പരീക്ഷാഫലം, അതിൽ തന്നെയുള്ള കുറേ അനോമലീസ്, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്കിപ്പോൾ ഉള്ളത് ബഷീറാണ്. ബഷീർ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദീർഘകാലമായി ഈ വിഷയം ഗൗരവത്തോടെ പഠിക്കുന്ന ആളാണ്. ബഷീർ ഈ പരീക്ഷാഫലം എന്തുകൊണ്ടാണ് ബഷീർ ഇത് സൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിച്ച് പോകാം എന്ന് വിചാരിക്കാനുള്ള കാര്യം എന്താ? നമ്മൾ വിദ്യാഭ്യാസ നിലവാരം അളക്കാൻ നമ്മുടെ അടുത്തുള്ള ടൂൾ നിലവിൽ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം കുട്ടികളുടെ റിസൾട്ട് നോക്കുക എന്നതാണല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇയർ എൻഡിൽ എക്സാം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേറ്റ് എന്ന അർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായൊരു ചിത്രം സംസ്ഥാന സർക്കാർ പുറത്തു വിടുമ്പോൾ അത് വെച്ച് ചില വിശകലനങ്ങൾക്ക് പോകുന്നതിൽ പ്രസക്തിയുണ്ട്. അങ്ങനെ വരുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ റിസൾട്ടിലുള്ളത്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ആസ്പെക്റ്റിലേക്ക് നമ്മൾ കുറേ കാലമായിട്ട് സാക്ഷരതയിൽ മുൻപന്തിയിലെത്തി, പൊതുവിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി, അതേസമയം ഹയർ എഡ്യൂക്കേഷനിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ തന്നെ പൊതുവെ സംസ്ഥാനം തന്നെ കരുതുന്ന ഒരു കാലത്തിൽ സർക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷനിൽ അത്രത്തോളം മുന്നോട്ട് പോയിട്ടില്ല. അതെ. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിൻ്റെ പ്രാഥമികമായ ചിത്രങ്ങൾ ലഭിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണല്ലോ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ എന്ന അർത്ഥത്തിലാണ് അത് പ്രധാനം തോന്നുന്നത്. അത് ഈ വർഷത്തെ റിസൾട്ടുകൾ നോക്കുമ്പോഴേ നമുക്ക് അത് പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റിസൾട്ട് നോക്കുമ്പോൾ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് മിസ്മാച്ച് ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൈരുദ്ധ്യമുള്ളതായിട്ട് തോന്നിയത് ഏതൊക്കെ ഏരിയയിലാണ്? നമുക്ക് റിസൾട്ടിൻ്റെ ഓരോ ആംഗിളുകളും സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് തോന്നുന്നു. അതിൽ ഓരോന്നും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഓരോന്നും പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു പോകാം. നമുക്ക് ടോട്ടൽ റിസൾട്ട് നമുക്കറിയാം, നമ്മൾ ഹയർ സെക്കൻഡറി മാത്രമാണ് എടുക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ പോളിടെക്നിക്, ITI പോലെയുള്ള മേഖലകളിലേക്കും VHSC പോലെയുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പോലെയുള്ള മേഖലകളിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നർത്ഥത്തിൽ നമ്മൾ ഹയർ സെക്കൻഡറിയുടെ ഡാറ്റ മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ 3,70,642 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 2,88,394 പേർ ജയിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് ജയം പരാജയം എന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആളുകൾക്ക് മനസ്സിലാക്കുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ യോഗ്യത നേടാത്ത കുട്ടികൾ ഈ 77.81% പേര് യോഗ്യത നേടിയെന്ന് പറയുമ്പം അത്രയും ബാക്കിയുള്ള എണ്ണം കുട്ടികൾ യോഗ്യത നേടുന്നില്ല. ഏറെക്കുറെ 4ൽ ഒരാൾ +2 റിസൾട്ട് അനുസരിച്ച് ഹയർ എഡ്യൂക്കേഷൻ യോഗ്യതയിൽ ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് 100 പേര് എഴുതിയാൽ 25 പേര് യോഗ്യത നേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 23 പേര് എന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് 22
സംതിങ് എന്ന് പറയേണ്ടി വരും. അത്രയും കുട്ടികൾക്ക് യോഗ്യത നേടാൻ കഴിയുന്നില്ല. ഈ യോഗ്യത എന്ന് പറയുന്നത് എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുക. ഇവർക്ക് എഴുത്തു പരീക്ഷയിൽ ആകെ 30% മാർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ 10 മാർക്കിനാണ് പരീക്ഷയെങ്കിൽ 3 മാർക്ക് കിട്ടിയ കുട്ടികളെല്ലാം ഈ യോഗ്യത നേടിയെന്ന് പറയാവുന്നവരാണ്. അതുപോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത കുട്ടികളെ ഇത്രയും പേർ 2 വർഷം നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചു എന്നാണല്ലോ പറയുന്നത്. അഥവാ 80 മാർക്കിലാണ് പരീക്ഷയെങ്കിൽ 24 മാർക്ക് ആണ് വേണ്ടത്. 40 മാർക്കിലാണെങ്കിൽ 12 മാർക്കായിരിക്കും കുട്ടികൾ നേടേണ്ടി വരിക. അഥവാ 10-ലാണെങ്കിൽ 3 മാർക്ക് കിട്ടിയാൽ കുട്ടി ജയിച്ചു എന്ന് പറയാം. അതുപോലും ഈ 2 വർഷം ക്ലാസ്സിലിരുന്ന കുട്ടികൾക്ക് നേടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം, നമ്മൾ ഇത്രയും കുട്ടികൾ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് സ്വാഭാവികമായിട്ടും പോകണം. ഈ +2 റിട്ടൺ എക്സാമിൽ പുറമേ പിന്നെ ഉള്ളത് ഇൻറ്റേർണൽ മാർക്കാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ CE മാർക്ക് ഉണ്ടാവും, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് ഉണ്ടാവും. അത് രണ്ടും പൊതുവെ കുട്ടികൾക്ക് ലഭിക്കും. സാധാരണഗതിയിൽ 20-ലാണ് എന്നുണ്ടെങ്കിൽ ഏറെക്കുറെ കുട്ടികൾക്കെല്ലാം 20 തന്നെ നൽകുന്നതാണ് നമ്മുടെ രീതി. ഇനി കുറയാണെങ്കിൽ തന്നെ 19-ഓ 18-ഓ ഒക്കെ കൊടുക്കും. അഥവാ 90% മാർക്ക് അതിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കൺസേൺ ആവേണ്ട കാര്യമില്ല. ഈ കിട്ടാതെ പോകുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ടാവുക സാധാരണഗതിയിൽ എഴുത്തു പരീക്ഷയിൽ ഈ 30% മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നതായിരിക്കുമല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഇതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് എന്താ പറയുക 77.81% വിജയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ യോഗ്യത നേടുന്നുള്ളൂ എന്ന് വയ്ക്കാം. ഈ യോഗ്യത നേടുന്ന ഗ്രൂപ്പിൽ തന്നെ മറ്റ് വിധത്തിലുള്ള അനോമലീസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗേൾസ് ബോയ്സ് അന്തരം നോക്കുമ്പോൾ പെൺകുട്ടികളുടെ വിജയശതമാനം 86.65%. അതേസമയം ആൺകുട്ടികളുടേത് 68.47% എന്ന് പറഞ്ഞാൽ 18%-ലധികം വ്യത്യാസം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ റിസൾട്ടിൻ്റെ കാര്യത്തിലുണ്ടാകുന്നു. അതൊരു ഗൗരവതരമായ പ്രശ്നമാണല്ലോ. കാരണം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളിൽ 2 വർഷം ഒരേപോലെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ 20%-ഓളം 18%-ലധികം റിസൾട്ടിൻ്റെ അഥവാ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വ്യത്യാസം കാണുന്നു എന്നതിലൊരു വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് എന്താണ് അതിൻ്റെ കാരണം എന്നതിലേക്ക് സർക്കാർ കുറച്ചുകൂടെ ആഴത്തിൽ, ഒരുപക്ഷെ ഇവരുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. കാരണം ഒരു ടീനേജ് ഗ്രൂപ്പിലെത്തുമ്പോൾ അവരെ മെൻ്റലി സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ, അത് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ അതിനെ ഉൾക്കൊള്ളാവുന്ന തരത്തിലല്ല സമീപനം എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിരിക്കാം. ഇനി മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ടാകാം. അതെന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ഇനി അത് ഈ ജസ്റ്റ് പാസ്സാകുന്നിടത്ത് മാത്രമല്ല, A+ വിഷയത്തിലും ആ വ്യത്യാസമുണ്ട്. ഗേൾസ് ആകെ 30,145 ഫുൾ A+ കിട്ടിയ കുട്ടികളാണ് ഹയർ സെക്കൻഡറിയിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അതിൽ 22,663 പേരും പെൺകുട്ടികളാണ്. വെറും 7,482 ആൺകുട്ടികൾ മാത്രമാണ് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയത്. അതെ, A+ കാര്യത്തിലുള്ള വലിയ ഡിഫറൻസ് ഉണ്ട്. അതെ, A+ കാര്യത്തിലും വിജയശതമാനത്തിൻ്റെ കാര്യത്തിലും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വിജയശതമാനത്തിലുള്ള ഡിഫറൻസിനേക്കാൾ കൂടുതലുണ്ട് ഒരുപക്ഷെ A+ കാര്യത്തിൽ. അപ്പോൾ ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നത് തമ്മിൽ എന്തോ ഒരു പ്രശ്നം എവിടെയോ കിടക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ പരിഹരിച്ചു പോകാനും സർക്കാർ ആ തലത്തിലുള്ള ആലോചനകളിലേക്ക് പോകണം. കേവലം റിസൾട്ട് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഇനി അടുത്ത വർഷത്തെ അഡ്മിഷൻ നടത്തി അടുത്ത വർഷം ഇങ്ങനെ അധ്യയന വർഷം പൂർത്തിയാക്കി പരീക്ഷ നടത്തി പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഒരു മിനിമം ക്വാളിറ്റിയിലേക്ക് എത്തണം എന്നതൊരു അടിസ്ഥാന ബാധ്യതയാണല്ലോ. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അതിലെ പ്രശ്നം എന്നത് ഇങ്ങനെയുള്ള ഓരോ ഡാറ്റയും പരിശോധിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഡാറ്റയിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടോ? അതെ, പ്രോബ്ലമായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്ന എല്ലാ ഡാറ്റയും മന്ത്രി അന്ന് പ്രസ്താവനയിൽ പറഞ്ഞതോ ഇവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത വിവരങ്ങളോ മാത്രം വെച്ചാണ്. കുറച്ചുകൂടെ സൂക്ഷ്മമായ ഡാറ്റകളിലേക്ക് പലയിടത്തും നമുക്ക് പോകാൻ കഴിയും. അപ്പം അങ്ങനെ വന്ന ഒരു ഡാറ്റയാണ് ഈ SC ST അതുപോലെ OEC OBC ജനറൽ വിഭാഗങ്ങളുടെ റിസൾട്ട് പ്രത്യേകം സർക്കാർ കാണിക്കുന്നുണ്ട്. അതിലും നമുക്ക് വലിയ അന്തരം കാണാൻ പറ്റും. ഈ ജനറൽ വിഭാഗത്തിൻ്റെ ആകെ വിജയശതമാനം നമ്മുടെ ഓവറോൾ 77.8 എന്നാകുമ്പോൾ ജനറൽ വിഭാഗത്തിൻ്റേത് 86.61. ബാക്കി വിഭാഗങ്ങളുടേതെല്ലാം വലിയ അന്തരം ഈ ജനറലിൻ്റെ റിസൾട്ടുമായി ഉണ്ട്. ഉദാഹരണത്തിന് SC വിഭാഗത്തിലെ ആകെ കുട്ടികളുടെ വിജയശതമാനം 57.91. അഥവാ 100 പേര് പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ 57 പേര് മാത്രമാണ് അവരിൽ നിന്ന് വിജയിക്കുന്നത്. അതെ. ST വിഭാഗത്തിൽ 60.28, OECയിൽ 69.88, OBCയിൽ 78.64, ജനറൽ 86.61.
അപ്പോൾ ഇങ്ങനെ ഈ ജാതി അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും നമുക്ക് വലിയ വ്യത്യാസം റിസൾട്ടിലുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിലും അവരെ കുറച്ചുകൂടെ എംപവർ ചെയ്യാൻ പറ്റുന്ന ചില നടപടിക്രമങ്ങൾ ആവശ്യമാണ് എന്നതുകൂടെയാണ് അത് കാണിക്കുന്നത്. അവരെ പിറകോട്ട് കൊണ്ടുപോകുന്ന എന്തൊക്കെയോ ചില ഫാക്ടറുകൾ ഉണ്ടാകാം. അതൊരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് എന്നതിനപ്പുറം ഇത്തരം വിഭാഗങ്ങൾക്കെല്ലാം പലതിനും പ്രത്യേക മന്ത്രാലയങ്ങളുണ്ട്. അവരെ കൂടെ ജോയിൻ്റായിട്ട് ചില ഇനിഷ്യേഷൻസ് വേണ്ടിവരാം. എന്താണോ സാധ്യമാകുന്നത് എന്നതിലേക്ക് കൂടെ അതിൻ്റെ ഒരു നമ്മൾ കേവലം അക്കാദമിക് ഇയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിലപ്പുറത്തേക്കുള്ള ആലോചനകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചില ഇടപെടലുകൾ ആവശ്യമുണ്ടെന്നാണ് ഈ ഡാറ്റ എല്ലാം കാണിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് പട്ടികജാതിക്കാർക്ക് വളരെ കുറവാണ്, അതിനേക്കാൾ ബെറ്ററാണ് പട്ടിക വിഭാഗങ്ങൾ, അതിനേക്കാൾ കുറച്ച് ബെറ്ററാണ് OEC, അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ് OBC. പക്ഷേ അതും മുന്നോക്ക വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10% വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ എന്താ പറയുക, ഈ +2 സീറ്റ് എന്നുള്ളതിനെ മാറ്റി നിർത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന സാമൂഹ്യമായി ശാക്തീകരിക്കുക എന്ന് പറയുന്നൊരു പണി നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ പറയുന്നതിനപ്പുറം വലിയ തോതിലൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണല്ലോ ഈ കാണുന്നത്. അതാണ്. അതോടൊപ്പം ഈ സാമൂഹിക മാറ്റത്തിന് കൂടെ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഒരുക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. വിദ്യാഭ്യാസപരമായി ഇവരെ എംപവർ ചെയ്യുന്നതിലൂടെ ആ ഒരു ജനറേഷൻ കുറച്ചുകൂടെ അവരെ ഒരു ജനറേഷൻ വലുതായി വരുമ്പോൾ അവിടെയുള്ള സാമൂഹിക അന്തരം കുറക്കാൻ സഹായിക്കും. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഈ അന്തരം ഉണ്ട് എന്നതിനെ പ്രത്യേകം തന്നെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടാകും എന്ന് തോന്നുന്നു. എന്നാൽ ഒരു വരും ജനറേഷനിൽ അതിൻ്റെ ഒരു മാറ്റം കുറച്ചുകൂടെ നമുക്ക് വിസിബിളായി കാണാൻ പറ്റുമല്ലോ. ഒന്ന് ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ സ്പെസിഫിക് ആക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്വാതന്ത്ര്യം കിട്ടി 70-76 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോലും എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ പറയുന്ന അന്തരം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ അതുകൊണ്ട് നമുക്ക് ലഭ്യമായ ഡാറ്റ മാത്രം, പരിമിതമായ ഡാറ്റ വെച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് പറയും. ഇതിൽ ജസ്റ്റ് വിജയിച്ചവരുടെ എണ്ണം മാത്രമാണ് കാണിക്കുന്നത്. ഇതിൽ തന്നെ എക്സൽ ചെയ്യുന്ന, അപ്പോൾ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഇതിനേക്കാൾ ദയനീയമായ ചിത്രമായിരിക്കും നമ്മൾ കാണാൻ പറ്റുക. ഇപ്പോൾ ഈ വിജയ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയും ഈ 86% 57% തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. ഒരു ഹ്യൂജ് ഇംബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ അവരിൽ മാർക്ക് കുറയാനുള്ള, അവർ വിജയശതമാനം കുറയാനുള്ള സാഹചര്യം നമ്മൾ പൊതുവെ പറയാവുന്നൊരു ന്യായം സാമൂഹികമായ അസന്തുലിതാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് സ്കൂളുകളിലെ റിസൾട്ടും കാണിക്കുന്നത് എന്നായിരിക്കും. അത് സാമൂഹികമായ അസന്തുലിതത്വം പരിഹരിക്കപ്പെടുന്നതോടെ പരിഹരിച്ചു പോകുന്നതാണ് എന്ന് നമുക്ക് അങ്ങനെ വിചാരിക്കാം. അത് പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് സാധ്യമായിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു തലം. ഇനി ഈ കുട്ടികളുടേത് തന്നെ, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അന്തരം, കാരണം അവരും മറ്റു കുട്ടികളെപ്പോലെ അത്രയും ദിവസം ക്ലാസ്സിലിരിക്കുന്നുണ്ട്, അവരെല്ലാ പഠന പ്രവർത്തനങ്ങളുടെയും ഭാഗമാകുന്നുണ്ട്, അവരെഴുതുന്ന അതേ പരീക്ഷ തന്നെയാണ് എഴുതുന്നത്. ഇവർ നേരത്തെ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്നതും അതേ രീതിയിൽ തന്നെ ആയിരിക്കും. എന്നിട്ടും ഒരേ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ചില സ്പെഷ്യൽ സപ്പോർട്ടുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ടാകും. അത് നമ്മൾ ഈ സ്കൂൾ തലത്തിൽ തന്നെ നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഈ +2 പഠനം കഴിഞ്ഞ് അവർ തുടർ വിദ്യാഭ്യാസത്തിന് പോകാനുള്ള അഡ്മിഷനുള്ള സാധ്യതകളെയും, അത് നമുക്ക് നിലവിൽ റിസർവേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലപ്പുറം നമുക്ക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നത് കൂടെ ഫോക്കസ് ചെയ്യപ്പെടണമല്ലോ. ഈ ഇവർക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് അവർക്ക് റിസർവേഷനിലൂടെ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നത് ഒരു തലം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇവർ കുറച്ചുകൂടെ എക്സൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്താണ് അവർക്ക് പ്രത്യേകമായി നൽകേണ്ട സപ്പോർട്ട് എന്ന് അവരുടെയൊക്കെ മന്ത്രാലയങ്ങളും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആലോചിക്കും, അതിനുവേണ്ട പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാമൂഹികമായ അന്തരം കൂടെ ഈ ഒരൊറ്റ പ്രോസസ്സിലൂടെ തന്നെയും നമുക്കൊരു ഈ ജനറേഷൻ വലുതാകുന്ന സമയത്ത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അവിടെ ഈ പറയുന്ന നമ്മൾ സംവരണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ ധരിക്കുക മാത്രമാണ്. യഥാർത്ഥത്തിൽ അതും എന്താ പറയുക, യഥാർത്ഥ റിസൾട്ട് നമ്മൾ വലിയ അന്തരമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇത് മുമ്പോട്ട് വയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആണ്. ഞാനിതിൻ്റെ നമ്മളുടെ എന്താ പറയുക ടെക്നിക്കലായിട്ടുള്ളൊരു സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഈ നമ്മളുടെ സ്കൂൾ ലെവലിൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുമല്ലോ SSLC കഴിഞ്ഞ് +1 സീറ്റ് ക്ഷാമം വരുന്നു, അപ്പോൾ കൂടുതൽ കുട്ടികളെ ഒരു ബാച്ചിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലിക ബാച്ച്, ഈ മേഖലകളിലെ റിസൾട്ട് നമ്മളെങ്ങനെയാണ് കാണുന്നത്? അത് അവിടെ എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടോ? ജില്ലകൾ തിരിച്ചപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ 50% കുട്ടികൾ പോലും വിജയിക്കാത്ത സ്കൂളുകൾ കേരളത്തിൽ 136 സ്കൂളുകളുണ്ട്. 50% എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ ഒരു കുട്ടി
മാത്രമേ ജയിക്കുന്നുള്ളൂ, ഒരു കുട്ടി തോറ്റു പോകുന്നു എന്നാണ് അർത്ഥം. അത്തരം സ്കൂളുകൾ 136 സ്കൂളുകളുണ്ട്. ഇനി 30% താഴെ മാത്രം വിജയശതമാനമുള്ള സ്കൂളുകളുടെ എണ്ണം 46ആണ്. അഥവാ 10 കുട്ടികൾ അവിടെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 3 പേര് മാത്രമാണ് വിജയിക്കുന്നത്, 7 പേരും തോറ്റു പോകുന്നു എന്ന് പറയുന്ന നമ്മുടെ സ്കൂളുകളുടെ എണ്ണമാണ് ഈ 46 എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ പ്രശ്നമാണല്ലോ, ഇത്രയും കുട്ടികൾ തോറ്റു പോകുന്നത്. എന്തുകൊണ്ടാണ് അതിലെ പ്രശ്നം എന്നത് പല ആംഗിളിൽ ആലോചിക്കേണ്ടി വരും. അവിടെ ഒരു കാര്യം, ഈ ഇതിൻ്റെ യോഗ്യതാ പരീക്ഷയായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന SSLCക്ക് 99% വിജയശതമാനം. അത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടുകയും പരീക്ഷയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്നത്. അതിലാണ് ഈ പറയുന്ന 10 പേര് എഴുതിയാൽ 3 പേര് ജയിക്കുന്നോ അല്ലെങ്കിൽ 10 പേര് എഴുതിയാൽ 5 പേര് ജയിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻ. അതിൽ തന്നെയും ഇങ്ങനെ ഇവരെ പോലെ തന്നെ ജയിച്ചു വന്ന മറ്റു കുട്ടികളെല്ലാം കൂടെ എടുത്തിട്ടുള്ള ആവറേജ് 77.8% ഉള്ളപ്പോഴാണ് അതെ ഈ കുട്ടികൾ ഇവരെ 10ൽ 3 പേര് മാത്രം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോഴും നമുക്ക് ചില ജില്ലകളിൽ അത് കൂടുതൽ പ്രശ്നം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിന് ജില്ലാടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിലിരുത്തുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ചില ജില്ലകളിൽ അധ്യാപകരുടെ ക്ഷാമം പ്രത്യേകം ഉണ്ടോ എന്നുള്ളത് നോക്കണം. വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. നമുക്കിതിൽ നോക്കുമ്പോൾ കാസർഗോഡ് ഇത്തരം സ്കൂളുകൾ 20 എണ്ണം ഉണ്ട്. ഏറ്റവും കൂടുതൽ 50% താഴെ വിജയശതമാനമുള്ള ജില്ല ഇത്തരം സ്കൂളുകളുടെ സ്കൂൾ കാസർഗോഡാണ്. 20 സ്കൂളുകൾ 50% താഴെ മാത്രമാണ് റിസൾട്ട് ഉള്ളത്. അതുപോലെ പാലക്കാട് ജില്ലയിൽ 18 സ്കൂളുകൾ 50% താഴെ റിസൾട്ടുള്ള സ്കൂളുകളായിട്ടുണ്ട്. വയനാട് 12. വയനാട് 12 എന്ന് പറയുക ആകെ സ്കൂളുടെ എണ്ണം കുറവുണ്ടെന്നത് കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അതുപോലെ കണ്ണൂർ 15 സ്കൂളുകൾ, ഇങ്ങനെ തിരുവനന്തപുരത്ത് 14 സ്കൂളുകൾ. ഈ സ്കൂളുകളിലൊക്കെയും മറ്റു ജില്ലകളുടേതും ഡാറ്റ ഉണ്ട്. ഇപ്പോൾ അതിൽ കോട്ടയം ഇടുക്കിയാണ് നമ്മളിങ്ങനെ സീറ്റ് പ്രശ്നം കാര്യമായി ഇല്ലാത്ത ജില്ലകളിൽ കൂടുതൽ ഈ പ്രശ്നമുള്ളത്. അപ്പോൾ അവിടെ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടോ ആവശ്യത്തിന് +1 സീറ്റുകൾ ഉണ്ടാവുകയും എന്നാൽ റിസൾട്ട് വരുമ്പോൾ 50% താഴെ വിജയശതമാനവുമുള്ള സ്കൂളുകളുടെ എണ്ണം കോട്ടയം ഇടുക്കി ജില്ലകളിൽ കുറച്ച് കൂടുതലുണ്ട് താരതമ്യേന. ബാക്കി ജില്ലകളിലെല്ലാം ഈ പ്രശ്നമുണ്ട്. അതായത് സീറ്റിന് തന്നെ ക്ഷാമമുണ്ട്. ഒരു ബാച്ചിൽ കൂടുതൽ കുട്ടികളെ കുത്തിയിറക്കുന്നുമുണ്ട്. അതെ, 60 കുട്ടികൾ നമുക്ക് ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം 60 കുട്ടികൾ ആൾറെഡി തന്നെ സർക്കാർ ഇരുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഇനിയും കൂടുതൽ വേണ്ടവർ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഈ വർഷവും കണ്ടു. അപ്പോൾ ഈ പ്രശ്നമുണ്ട് എന്ന് സർക്കാർ ഒരർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അത് റിസൾട്ടിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഈ റിസൾട്ടുകളെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പർ അനലൈസിസിലേക്ക് പോകാൻ പറ്റിയ ഡാറ്റകൾ കിട്ടിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ ഇത്തരം ഡാറ്റകളെല്ലാം ഉണ്ടാകും. അത് വെച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അത്തരം ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും പോവുകയും അത് പരിഹരിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഈ ഡീപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ബഷീർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ കാസർഗോഡ് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് പൊതുവിൽ +1 സീറ്റ് ക്ഷാമമുണ്ട്. അതുപോലെ ഗസ്റ്റ് അധ്യാപകരുടെ എണ്ണം കൂടുതലുണ്ട്. ഒരു ബാച്ചിൽ കൂടുതൽ കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ് റൂമുകളുടെ എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ഇത്തരം ഡാറ്റയിലേക്ക് പോവുകയും അത്തരം സ്കൂളുകളിൽ ഈ പറയുന്ന വിജയശതമാനം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. അങ്ങനെയല്ലേ ഇത് പോകേണ്ടത്? അതെ, തീർച്ചയായും. ഇത്തരം ഡാറ്റ എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ തന്നെ നമ്മൾ ജില്ല തിരിച്ചുള്ള ഡാറ്റ സർക്കാർ ലിസ്റ്റ് ചെയ്തല്ല, ഓരോ സ്കൂളുകളുടെയും കേരളത്തിൽ മൊത്തം സ്കൂളുകളുടെ വിജയശതമാനം സർക്കാർ പബ്ലിഷ് ചെയ്തതുകൊണ്ട് ആ ഡാറ്റയിലും നമ്മൾ ജില്ല തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഡാറ്റയാണിത്. സ്വാഭാവികമായിട്ടും സർക്കാരിന് ഇത്തരം ഡാറ്റകളെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡാറ്റയെല്ലാം സോർട്ട് ചെയ്തെടുക്കാനുള്ള എല്ലാ ഓപ്ഷനും ഇന്ന് സോഫ്റ്റ്വെയറുകൾ വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടുണ്ട്. അത് വെച്ച് ഓരോന്നിനെയും കീൻ ഒബ്സർവ് ചെയ്ത് ഇനി നമുക്ക് ഈ സ്ട്രീം വൈസ് നോക്കുമ്പോഴേ നമുക്ക് ഈ റിസൾട്ടിൽ വ്യത്യാസം കാണാൻ പറ്റും. അതിൽ നമുക്ക് സയൻസ് സ്ട്രീമിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉള്ളത്. സാധാരണഗതിയിൽ സയൻസ് വിഷയങ്ങളാണ് പഠിക്കാൻ പ്രയാസം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ റിസൾട്ടിൽ നമുക്ക് നേരെ തിരിച്ചാണ് കാണാൻ പറ്റുക. താരതമ്യേന ആളുകൾ എളുപ്പമെന്ന് കരുതുന്ന ഹ്യൂമാനിറ്റീസിൽ 69.16% കുട്ടികളാണ് ജയിച്ചത്. കൊമേഴ്സിൽ 74.21%, സയൻസിൽ 83.25%. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചിട്ടുള്ളത് സയൻസിലാണ്. അപ്പോൾ ഇതിന് പറയുന്ന പല കാരണങ്ങളും നമ്മൾ ഈ മേഖലയിലുള്ള അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില കാരണങ്ങളുണ്ട്. അത് തന്നെയാണോ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളുണ്ടോ എന്നൊക്കെ അതിൽ കൂടുതൽ പരിശോധിക്കേണ്ടി വരും. ഉദാഹരണത്തിന് സയൻസിൽ വിജയശതമാനം കൂടാൻ പറയുന്ന ഒരു കാരണം ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിൽ SSLCക്ക് ഏറ്റവും കൂടുതൽ സ്കോർ വാങ്ങുന്ന കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് സയൻസ് ആയതുകൊണ്ട് താരതമ്യേന മിടുക്കരായ കുട്ടികൾ അവിടേക്ക് എത്തുന്നു. അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ
കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഗ്രഹിക്കാനും കഴിയുന്നതുകൊണ്ട് അവർ വിജയശതമാനം കൊടുക്കും. മറ്റൊരു കാരണം പറയുന്നത് മിക്കവാറും സയൻസ് വിഷയങ്ങൾക്കെല്ലാം പ്രാക്ടിക്കൽ എക്സാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സാമിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭേദപ്പെട്ട മാർക്ക് ലഭിക്കും. ഇൻ്റർണൽ മാർക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ അതും ലഭിക്കും. റിട്ടൺ എക്സാമിൽ അതുകൊണ്ട് കുറഞ്ഞ മാർക്കിനുള്ള പരീക്ഷ എടുക്കുക, അതിൽ താരതമ്യേന കുറച്ച് മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയതോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണേണ്ടതോ ആയ ഒരു പ്രശ്നമാണ് ഈ സയൻസിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നല്ലൊരു ശതമാനവും ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പോകുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ സയൻസ് ക്ലാസ്സുകളിൽ ലഭിക്കുന്ന ഉയർന്ന വിജയ ശതമാനം എന്ന ഒരു വാദം കൂടെ അതിലുണ്ട്. അങ്ങനെ അത് ശരിയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണേണ്ട പ്രശ്നമാണ്. കാരണം 2 വർഷം ഫുൾ ടൈം റെഗുലർ ക്ലാസ്സിലിരിക്കുന്നൊരു കുട്ടിക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ടിലേക്ക് എത്തണമെങ്കിലോ വിജയിക്കണമെങ്കിലോ ട്യൂഷൻ്റെ സഹായം വേണം. ഒരു വീക്കെൻഡിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അല്ലെങ്കിൽ നൈറ്റിൽ സമയത്ത് കുറച്ച് സമയത്തോ ക്ലാസ്സിലിരിക്കുന്ന ഈ ട്യൂഷൻ സെൻറ്ററുകളിലേക്ക് പോകേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഗൗരവതരമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൂടെ കുറച്ചുകൂടെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ഈ വിജയശതമാനം കുറയുന്നതിന് അധ്യാപകർ പലരും അവരുടെ പേഴ്സണൽ ടോക്കുകളിൽ പറയുന്നൊരു കാര്യം, ഒരുപക്ഷെ സർക്കാർ അവരുടെ ഇൻറ്റേർണൽ ഒരു ഡിസ്കഷൻ എടുക്കുകയാണെങ്കിൽ അവിടെയും അവർക്ക് ഒരു പക്ഷേ ഓപ്പൺ പ്ലാറ്റ്ഫോമുകളിൽ പറയാൻ പ്രയാസമുണ്ടാകും. സർക്കാർ വിളിക്കുന്ന ഇത്തരം ഡിസ്കഷനുകളിൽ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ പറയുന്നതിന് പ്രയാസം ഉണ്ടാകാത്ത എന്നാൽ ഗൗരവതരമായൊരു കാര്യമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് +1 ഇരുന്ന് അക്ഷരമാല പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് വരെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലും അറിയാത്ത കുട്ടികൾ ക്ലാസ്സിലേക്ക് ഇരുന്നാൽ അവിടെ റിസൾട്ട് കുറഞ്ഞു പോകുക എന്നത് സ്വാഭാവികമാണ് എന്ന് വളരെ ദയനീയ ഭാവത്തോടെ പറയുന്ന അധ്യാപകരുണ്ട്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ജയിച്ചു പോകുന്ന നല്ലൊരു ശതമാനം കുട്ടികളിലും എഴുതാനും വായിക്കാനും കഴിയാത്ത കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ എന്താ പറയുക ബേസിക്കായിട്ട് തുടക്കം മുതലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടെ ഇവിടെ ഈ റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. അതെ, ശരിക്കും അപ്പോൾ ഇതിലൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്വീകരിക്കേണ്ടി വരും. അഥവാ +2ൻ്റെ റിസൾട്ടിൻ്റെ പരിഹാരം ഒരു പക്ഷേ നമ്മൾ സ്കൂൾ തലത്തിൽ ആരംഭിക്കേണ്ടി വരും. ഇത് ഒരുപക്ഷെ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ പിറകോട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈവൻ നമ്മുടെ റിസർച്ച് മേഖലയിൽ പോലും നമുക്ക് ഭേദപ്പെട്ട പെർഫോമൻസ് ഇല്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. നമുക്ക് എത്ര പാറ്റൻറ്റുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്നുണ്ട് എന്നത് ആലോചിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നം ഒരു പക്ഷേ ബേസിക് എഡ്യൂക്കേഷൻ തൊട്ട് പരിഹരിക്കേണ്ടി വരും. ഇത് കേവലം ഹയർ സെക്കൻഡറി റിസൾട്ട് എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ മുമ്പുള്ള ഈ സ്കൂളിംഗ് തലത്തിൽ തന്നെ ഈ പ്രശ്നം യാഥാർത്ഥ്യമാണെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എഴുതാൻ കഴിയാത്ത ധാരാളം കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായി പോകുന്നുണ്ട്, അക്ഷരമാല പോലും അറിയാത്ത കുട്ടികൾ പാസ്സായി പോകുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും സീറ്റ് അഡ്മിഷൻ കൊടുക്കുക എന്നത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ നല്ലൊരു ശതമാനവും ആ ക്ലാസ്സിലിരിക്കാൻ വേണ്ട അടിസ്ഥാന വിവരങ്ങളില്ലാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് വേണ്ട ഒരു മിനിമം ബേസിക് നോളജ്, ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉറപ്പ് വരുത്തിയിട്ടല്ല നിലവിൽ കുട്ടികൾ പാസ്സായി പോകുന്നത് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഒരു പ്രശ്നം അത് അവിടെ തന്നെ പരിഹരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് നമുക്ക് ലഭ്യമായ പരിമിതമായ ഡാറ്റ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. ഇത് ശരിക്കും അതിന് മുൻപുള്ള ഹയർ സെക്കൻഡറിയിൽ മാത്രം പരിഹരിക്കേണ്ട വിഷയങ്ങളായിരിക്കില്ല. ഇത്തരം വിഷയങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമായിരിക്കും ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് ഈവൻ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ പ്രശ്നങ്ങളെ പോലും പരിഹരിക്കാൻ പറ്റുന്നുണ്ടാവുക. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ നേരത്തെ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ വിജയ ശതമാനത്തെക്കുറിച്ച് പറഞ്ഞു, OBC, OEC, ST, SC ഇതിലുള്ള താരതമ്യം ബഷീർ ആ കണക്ക് പറഞ്ഞു. ഇത് സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഡാറ്റയിലുണ്ട്. പക്ഷേ ഈ A+ കിട്ടിയ കുട്ടികൾ അതിൽ എത്ര, അതിൻ്റെ അനാലിസിസ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറേ കൂടെ ബെറ്റർ റിസൾട്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാറ്റഗറിയിൽ ഈ പറയുന്ന താരതമ്യം എത്രത്തോളം ഉണ്ട്, ആ നിലയ്ക്കുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം താരതമ്യങ്ങൾ അവൈലബിൾ ആണോ, കുറേ കൂടെ അതിലേക്കൂടെ പോകണ്ടേ നമ്മൾ? അത് സർക്കാർ പ്രസിദ്ധീകരിച്ച ഡാറ്റയിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ PRDയുടെ വെബ്സൈറ്റിലും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ വെബ്സൈറ്റുകളും വിദ്യാഭ്യാസ മന്ത്രിയുടെ വെബ്സൈറ്റിലും കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പുകളിലൊക്കെ നമ്മൾ പരിശോധിച്ചു, വിവിധ മാധ്യമങ്ങളിൽ നോക്കി. അതിലൊന്നും നമുക്ക് ഓരോ കാറ്റഗറി തിരിച്ചുള്ള A+ൻ്റെ എണ്ണം നമുക്ക് കാണാൻ പറ്റില്ല. ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന അത് മാത്രമേ നമുക്ക് A+ൻ്റെ എണ്ണത്തിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഇത്തരം ഡാറ്റ എല്ലാം സർക്കാരിന് ഈസിലി അവൈലബിൾ ആണ്. അത് വെച്ചുകൊണ്ട് സർക്കാർ അത്തരം ഇനീഷ്യേഷനിലേക്ക് പോവുകയോ
അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിലേക്ക് മുന്നോട്ട് വരികയോ അത് വെച്ച് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നതിലേക്ക് കാര്യമായി ആലോചിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉറപ്പുവരുത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്. എന്തായാലും ഇത് ഇപ്പോൾ +1 സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് എത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിൻ്റെ ക്ഷാമത്തെക്കുറിച്ചും ഈ പറയുന്ന ഒരു ബാച്ചിൽ കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ചും ആ സിനാരിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തല്ല, കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ സീറ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ റിസൾട്ടിലെ അനോമലീസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ റിസൾട്ടിലെ അപാകങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എത്രമാത്രം അപാകങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു. ഒന്ന്, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ പോലും +1 എത്തുന്നു എന്ന് അധ്യാപകർ പരിതപിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങേണ്ടത് ഒരുപക്ഷെ 1-ാം ക്ലാസ് മുതൽ ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ്. അതിനുശേഷം 10-ാം ക്ലാസ്സിൽ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുകയും എന്നാൽ +1 +2ലേക്ക് വരുമ്പോൾ ആ പെർഫോമൻസ് നിലനിർത്താൻ സാധിക്കാതെയും വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെ പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യത്തിന് ബാച്ചുകൾ അനുവദിക്കുക, കൃത്യമായ അനുപാതത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കൃത്യമായി പാലിച്ചുകൊണ്ട് ക്ലാസ് റൂമുകൾ നടത്തുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വെക്കേണ്ടതാണ്, ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അതിലേക്കൊരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഈ +2ൻ്റെ ഈ വർഷത്തെ പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തിയത്. അതും ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം. കൂടുതൽ വിശദമായ ഡാറ്റ ഒരുപക്ഷെ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടാകാം. അതുകൂടെ സർക്കാർ കുറേ ട്രാൻസ്പെറൻ്റായി പുറത്തുവിടുക എന്നുള്ളതാണ് ഈ ഡിസ്കഷനെ കുറേ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.